സാമൂഹ്യക്ഷേമ പെൻഷൻ, ഞാൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് 2-3 പെൻഷൻ കിട്ടുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാവങ്ങൾ 1000 രൂപ 500 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2-3 പെൻഷൻ, ആ 2-3 പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പെൻഷനാക്കി മാറ്റിയത്. ആ പെൻഷൻ്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു, ഇപ്പം വരുമായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഇതുപോലെ ഉണ്ടായ കാലം ഉണ്ടായിട്ടില്ല. അഴിമതിയുടെ മന്ദിരങ്ങളിൽ വാടുന്ന മന്ത്രിമാർക്കും ഗവൺമെന്റിനും ഏറ്റവും സാധാരണക്കാരൻ്റെ ഹൃദയവിചാരങ്ങളും പ്രയാസങ്ങളും മനസ്സിലാവുക. അത് പാവപ്പെട്ട തൊഴിലാളികൾ, അത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായാലും പാവപ്പെട്ട കയർ തൊഴിലാളിയായാലും കശുവണ്ടി തൊഴിലാളി. എൻ്റെ പ്രസംഗം മുഴുവൻ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. ഞാൻ നിലമ്പൂരിൽ പ്രസംഗിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ്. ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളിയോ കയർ തൊഴിലാളിയോ കശുവണ്ടി തൊഴിലാളിയോ അവർക്ക് കിട്ടുന്ന നാമമാത്രമായ പെൻഷൻ, അവരുടെ എത്രയോ വർഷങ്ങൾ അവർ കഠിനാധ്വാനം ചെയ്ത് പിരിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന വയസ്സുകാലത്ത് കിട്ടുന്ന പെൻഷൻ ഉണ്ടാവും. ആ പെൻഷൻ്റെ കൂടെ വാർദ്ധക്യകാല പെൻഷൻ്റെ അവർക്ക് ആനുകൂല്യം അതും കൂടെ കിട്ടും. രണ്ടും കൂടെ കൂടിയാലും 1500 രൂപയെ വരത്തുള്ളൂ. ആ പെൻഷൻ മൾട്ടിപ്പിൾ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവരായവരാണ്. അവരെല്ലാം പാവപ്പെട്ടവരാണ്. അത് പെൻഷൻ പരിഷ്കരണം എന്ന് പറഞ്ഞ് അതിനെ ഒന്നാക്കി മാറ്റി ഒരു പെൻഷൻ, എന്നിട്ട് 1000 രൂപയാക്കി കൊടുത്തു. എന്തിനാണ് 1000 രൂപയ്ക്ക് കൊടുത്തത്? ഞങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കും. പ്രകടന പത്രികയിൽ അവരുടെ വാഗ്ദാനമായിരുന്നു എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ കൊടുത്തിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് 6-7 മാസം, ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, 6-7 മാസത്തെ കുടിശ്ശികയുടെ 2 കുടിശ്ശിക തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് കൊടുത്തത്. ഇപ്പോൾ ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് ഈ പുതിയ ഒരു കുടിശ്ശികയുടെ ഓർഡർ കേരള ധനകാര്യമന്ത്രിയുടെ ഉത്തരവ്. അതിൽ തന്നെ പറയുന്നു 1 മാസത്തെ കുടിശ്ശിക ഇതിൻ്റെ കൂടെ കൊടുക്കുന്നു. ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്ത് ഉന്നയിച്ചിരുന്നു, നിയമസഭകളിൽ പലപ്പോഴും ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ്. ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പാവപ്പെട്ടവർക്കായി നൽകാൻ ഉദ്ദേശിച്ച ആ പെൻഷനെ നിങ്ങൾ പരിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഈ പെൻഷൻ കുടിശ്ശികയ്ക്ക് എന്താണ് കുടിശ്ശിക കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അതിനെ വളച്ചൊടിച്ച്, ആ ഒരു ഭാഗം മാത്രം വളച്ചൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്നു? മറുപടി പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ട കാര്യമുണ്ട്.